രണ്ട് ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി. വൈകുന്നേരം 4:30 തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്റർ വഴിയാണ് 5 മണിക്ക് കന്യാകുമാരിയിലെത്തിയത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണിപ്പോൾ. മാനസ മനോജ് ചേരുകയാണ്. മാനസ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അസിത, അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയത്. നിലവിൽ ഇപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് എത്തും എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും 1 മണിക്കൂർ മുൻപേ പറഞ്ഞതിലും 1 മണിക്കൂർ വൈകിയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത്. ശേഷം ഹെലികോപ്റ്റർ മാർഗം വഴി കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തടസ്സം നേരിട്ടില്ല. എങ്കിൽ കൂടിയും ഇപ്പോൾ ഉള്ള ഈ നരേന്ദ്രമോദിയുടെ ഇപ്പോഴുള്ള ഈ ധ്യാനവും അതോടൊപ്പം തന്നെ ഈ ഒരു വരവും തന്നെ വലിയൊരു ഇതിൽ ചർച്ച അല്ലെങ്കിൽ വിവാദമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ നരേന്ദ്രമോദി ഒരു ഹിന്ദു മത വിശ്വാസത്തെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ തുടർന്ന് പിന്നാലെ മുസ്ലിം വിരുദ്ധത കലർന്നുള്ള പരാമർശം, ഒരു മതത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുള്ള പരാമർശങ്ങൾ, വിവാദ പ്രസംഗങ്ങൾ ഒക്കെയും ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ദിവസം തെരഞ്ഞെടുപ്പ് അവസാനിക്കാനിരിക്കെ 2 ദിവസം ധ്യാനത്തിനായി ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത്. അതിനു തൊട്ടു പിന്നാലെ ഗാന്ധിജിയെ കുറിച്ച് ഒരു വിവാദ പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു പരാമർശങ്ങളൊക്കെയും നടത്തി ഇപ്പോൾ ധ്യാനത്തിന് ഇരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6:30 ശേഷം വിവേകാനന്ദ പാറയിൽ ധ്യാനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ വിവേകാനന്ദ പാറയിലേക്കും കന്യാകുമാരിയിലേക്കുമുള്ള സന്ദർശക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് ക്ഷേത്രത്തിൽ നിന്നും ബോട്ട് മാർഗം വഴി വിവേകാനന്ദ പാറയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ശരി, ധ്യാനത്തിനായി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.